കേരളത്തിന്റെ സാംസ്കാരികതയെ മാധ്യമങ്ങൾ അതിനെ കുത്തിത്താഴ്ത്തുന്നു, ഇത്തരത്തിലാണ് പരാമർശിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആരും ചർച്ച ചെയ്യാൻ പാടില്ലാത്ത, ആരും എന്തെങ്കിലും ആരോപണം ഉണ്ടായാൽ അത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ പാടില്ലാത്ത അത്ര വിശുദ്ധരാണോ ഈ മുഖ്യമന്ത്രി പദവും ഈ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ നേതാക്കളും? സജീവൻ, ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിനെ, ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റത്തിന് നിയമപരമായിട്ട് നടപടി മതി. അത് സാധാരണ ഇതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ നമ്മളൊന്നും ചർച്ച ചെയ്യുന്ന കാര്യമില്ല. കാരണം അത് ഒരു സാധാരണ വ്യക്തിയെ ബാധിക്കുന്ന കാര്യമാണ്. നിയമപരമായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടോ എതിരായിട്ടുള്ള വല്ല വിധിയും വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അദ്ദേഹത്തിന് അതിന് നേരിടുകയോ അനുഭവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ നേരത്തെ പ്രവീൺ പറഞ്ഞ പോലെ നമ്മൾ ചർച്ച എന്തുകൊണ്ട് ഇത്തരം വിഷയം വഷളാണ് എന്ന് പറയുന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. അതിന് പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴത്തെ ഈ കാലത്ത് അരിയെക്കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചും കുടിവെള്ളത്തെക്കുറിച്ചും ആഗോള താപനത്തെക്കുറിച്ചും ഇതൊക്കെയല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ ഇത്രയും വഷളായ കാര്യം ചർച്ച ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പ്രവീൺ പറഞ്ഞ മറുപടി തന്നെയാണ് ഏറ്റവും നല്ല മറുപടി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇവിടെ പോലീസ് എങ്ങനെ പെരുമാറണം, ഇവിടെ പൗരൻ്റെ ജീവിതത്തിന് സുരക്ഷ നൽകേണ്ട, സംരക്ഷണം നൽകേണ്ട പോലീസ് ഒരു കുറ്റം ചെയ്തു, എനിക്കെതിരെ ഒരു വലിയൊരു കുറ്റം നടന്നിരിക്കുന്നു, എന്നെ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് സ്ത്രീ വന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗ്യയാണ്, അതൊക്കെ അനുഭവിക്കേണ്ട അതാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഭീകരതയില്ലേ? അതാണോ ചെയ്യേണ്ടത്? ഇവിടെ പിന്നെ ഒരു തൊഴിൽ സംരംഭവുമായിട്ട് രംഗത്ത് വരുന്ന ആ ആൾക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് മാത്രമേ അതിലൂടെ വിജയിക്കാൻ പറ്റൂ. സരിത തന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീക്ക് ഇവിടെ വ്യവസായം തുടങ്ങിക്കൂടെ? ഒരു സ്ത്രീക്ക് ഇവിടെ ഒരു തൊഴിലെടുത്തുകൂടെ? അതിന് ഇത്തരത്തിലൊക്കെ പീഡനം ഏറ്റുവാങ്ങണമോ? അവരെന്തുകൊണ്ട് അതിന് വഴങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ പീഡിപ്പിച്ചതിൻ്റെ പറഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി അവരെ ബലാത്കാരേണയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പിടിച്ചു വലിച്ചതെന്ന്. അവർ മുഖത്തടിച്ച് മാറിയിട്ട് പോലും അവർ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പ്രശ്നം. അപ്പോൾ ഇത് ഒരു വഷളായ പ്രശ്നം മാത്രമല്ലത്. ഒരു വഷൾ അതിനകത്തുണ്ട്, ഒരു മോശമായ സഭ്യമല്ലാത്ത കാര്യം അതിനകത്ത് ഉണ്ട് എന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇത്തരം കുറേ കാര്യങ്ങൾ ഇത് പുറത്ത് കൊണ്ടുവരാനാണ് മാധ്യമത്തിൻ്റെ ധർമ്മം. മാധ്യമങ്ങളെന്ന് പറയുന്നത് ഇവിടെ സർക്കാർ കൊടുക്കുന്ന റിലീസ് പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. ഡെവലപ്മെൻറ്റ് ജേർണലിസം എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന റിലീസ് അതേപടി പകർത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതല്ലല്ലോ. ഇവിടെ വികസനത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു. വികസനം എന്ന് പറയുന്നത് ഭരിക്കാൻ കയറുന്ന ആളുകൾ, മാന്യമഹാജനങ്ങളെ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പാകെ വന്ന് കൈതൊഴുത്ത് പോകുന്ന ആളുകൾ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെയാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണ്. അപ്പോൾ ഇതുപോലും പോരാ. ഇനി ഇത് പൂഴ്ത്തിവെച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് പുറത്തു കൊണ്ടുവരണം. അതിനിടയിൽ അബദ്ധവും പറ്റാം. മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതൊക്കെ ശരിയാവണമെന്ന് ഞാൻ വാദിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വ്യവസ്ഥാപിതമായ നിയമമുണ്ടല്ലോ. ആ നിയമം വെച്ചുകൊണ്ട് ഇതിൽ സത്യമേത് തെറ്റേത് എന്നുള്ള കാര്യം മനസ്സിലാക്കാമല്ലോ. നെല്ലും പതിരും വേർതിരിക്കാനുള്ള കൃത്യമായ നിയമം ഇവിടെയുണ്ട്. അതിന് വേണ്ട ഒരു സംവിധാനം ഇവിടെയുണ്ട്. നീതിപീഠങ്ങൾ ഇവിടെയുണ്ട്. അതിനു മുമ്പാകെ പോയിട്ട് ഇത് തെളിയിക്കണം. അപ്പോൾ അതിന് പകരം ഇതാരും ചർച്ച ചെയ്യാൻ പാടില്ല, ഇന്നയാൾ വളരെ ക്ലീൻ ഇമേജുള്ള ആളാണ്, അയാളെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പഴയത്, ക്യൂബയെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്ന പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പല ആളും പറഞ്ഞപ്പോൾ ഒരു തമാശ കഥ പറയാറുണ്ട്. അതേപോലെയാണ് ഇവിടെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള പാടില്ല. എല്ലാവരും രാജാവ് നഗ്നനാണെങ്കിൽ ആ നഗ്നത പുറത്തേക്ക് കൊണ്ടുവരുന്ന കൊച്ചുകുട്ടികൾ തന്നെയാണ് ഇവിടെ അത്യാവശ്യമായിട്ടും വേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, സരിത ആ കത്താണ് വിഷയമെങ്കിൽ പോലും പീപ്പിൾ ടിവിയോട് അരമണിക്കൂറിലധികം സംസാരിച്ചിരുന്നു. കത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്നു. നേരിട്ടാണ് പീപ്പിൾ ടി വി അത് ലൈവായി കാണിക്കുകയും ചെയ്തു. അതിലെ 2-3 കാര്യങ്ങളാണ് എനിക്ക് താങ്കളുടെ നിയമവശത്തിലേക്ക് പരിഗണിക്കേണ്ടത്. ഒരു സ്ത്രീയുടെ ചാരിത്ര്യം, മാന്യത, അത് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വയ്ക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. മറ്റൊരു സ്ഥലത്ത് വെച്ചൊരു വിഷയം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനായി സരിത മുഖ്യമന്ത്രിയെ കാണുന്നു. ഇന്ന് എനിക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, ക്ലിഫ് ഹൗസിൽ ഇന്ന ദിവസം വൈകുന്നേരം എത്തൂ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. 1. 2, ഒരു കേന്ദ്രമന്ത്രി എന്നെ ബലാത്സംഗം ചെയ്തു. ആ കത്തിൽ പറയുന്ന വാക്കാണ്.
അതെവിടെ വെച്ച് നടക്കുന്നു? സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ വസതിയിൽ വെച്ച് ആഭ്യന്തരമന്ത്രിയുടെ PA എന്നെ പ്രലോഭിപ്പിക്കുന്നു. എന്തിന്? ബിസിനസ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ കേന്ദ്രമന്ത്രിമാർക്ക് ശരീരം കാഴ്ചവെക്കണം. പ്രലോഭനം. ഈ 3 ആസ്പെക്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സിറ്റിസൺ ഉണ്ടോ? അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലേസിനെ മിസ്യൂസ് ചെയ്യുന്നതിനെ നിയമത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ 3 സ്ഥലങ്ങളെയും അതിൻ്റെ അധിപന്മാരെയും ഏതു തരത്തിലാണ് നിയമം കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, ചോദ്യം വളരെ കോംപ്ലിക്കേറ്റഡാണ്, വളരെ സങ്കീർണമായ ചോദ്യമാണ്. അത് വളരെ ലളിതമായ രീതിയിൽ എന്നെ പറയാൻ അനുവദിക്കണം. ഒന്ന്, ഈ ഡിസ്ക്ലോഷർ നടത്തിയ അല്ലെങ്കിൽ ഈ ആരോപണം കത്തിലൂടെ, അതായത് താൻ കുറിച്ച കത്തിലൂടെ ഇത് പുറത്തു വന്നിരിക്കുന്നത് ആ പറഞ്ഞ ആ സ്ത്രീയുടെ ക്രെഡിബിലിറ്റി, സത്യസന്ധത, അല്ലെങ്കിൽ ആ കാര്യങ്ങളോടുള്ള എന്താ പറയുക, അതെ, സത്യസന്ധത തന്നെയാണ്. അത് ഒരു പ്രധാന പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളുടെ സത്യസന്ധത. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലഫ് ഹൗസിൽ വെച്ചിട്ട്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചിട്ട് അവരെ പിന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. കേന്ദ്രമന്ത്രി ബലാത്സംഗം, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിൽ താല്പര്യമില്ല. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് തൻ്റെ ഇഷ്ടത്തോടു കൂടെയാണോ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പീഡിപ്പിച്ചു എന്ന് പൊതുസമൂഹം അറിയുന്നത് അവരെ മോഡസ്റ്റി, അവരെ സമ്മതമില്ലാതെ അവരെ ശരീരത്തിൽ സ്പർശിക്കുകയോ അവരുടെ വ്യക്തിത്വത്തിന് നേരത്തെ സൂചിപ്പിച്ചതല്ല ആ ജെൻഡർ റെക്കഗ്നിഷൻ അണ്ടർമൈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ വില കൊടുക്കാതെ ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ശാരീരികമായിട്ടോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അങ്ങനെ ചെയ്താൽ നിയമപരമായി ബെയിൽ പോലും കിട്ടാത്ത, നോൺ ബെയിലബിൾ ആണ് ഒഫൻസ്, ജാമ്യം കിട്ടുന്നതല്ല. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ട് അവരങ്ങനെ ഒരു പരാതി, അങ്ങനെ അവരെ പീഡിപ്പിച്ചുവെങ്കിൽ, എൻ്റെ സമ്മതമില്ലാതെ എന്നെ വിളിച്ചു വരുത്തി, എൻ്റെ ശരീരത്തിൽ കൈവച്ചു, എന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലൊരു പരാതി അപ്പോൾ കൊടുത്തില്ല എന്ന കാര്യം ഒരു പ്രധാന നിയമപ്രശ്നം. 2, ഇനി അത് കൊടുത്തില്ലെന്നിരിക്കട്ടെ, ഒരു പബ്ലിക് സർവൻറ്റ് അങ്ങനെ ചെയ്യാമോ? ഒരു പൊതുജന വോട്ട് മേടിച്ച് പൊതുജനത്തിൻ്റെ പണം ഉപയോഗിച്ച് ഒരു പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ, സംസ്ഥാന മന്ത്രി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെ ഇതിൽ ഈ പറഞ്ഞ സ്ത്രീയുടെ സത്യസന്ധത, അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിലെ അധാർമികത, അല്ലെങ്കിൽ അവർ ഇനി ഒരു പ്രോസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പങ്കെടുക്കുന്ന ഒരാളെന്ന് ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും അവർ ഈ പബ്ലിക് സർവൻ്റ് അങ്ങനെ ചെയ്യാമോ? അപ്പം അധികാര ദുർവിനിയോഗം, സാമ്പത്തികമായ അഴിമതി, ഒരു സ്ത്രീയുടെ സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വ്യക്തികൾ അതിൽ പങ്കെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കേസ് ഉടനെ തന്നെ ഒരു FIR ഇട്ടിട്ട് ഇതിലെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക. അത് വേറൊരു കാര്യം. ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളുടെ എന്തെങ്കിലും കള്ളമാണെങ്കിൽ ഇതവരെ മനഃപൂർവ്വം രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യാനും ഈ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യക്തി താല്പര്യങ്ങൾക്കോ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അവരുടെ അപമാനിക്കുന്ന രീതിയിലാണെങ്കിൽ ഈ സ്ത്രീക്കെതിരെ നടപടിയെടുക്കണം. അപ്പോൾ എന്തായാലും സത്യസന്ധമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം. 2 കാര്യത്തിലും ജനങ്ങൾ ഇതിൽ വളരെ താല്പര്യമുണ്ട്. ഒന്ന്, ഈ സ്ത്രീ പറയുന്ന കള്ളമാണെങ്കിൽ അധികാരത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി 3.25 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. 2, കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു വരുത്തിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ കള്ളമാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ അപമാനിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ, ഭരണ സംവിധാനത്തെ ഒക്കെ അപമാനിച്ചു, അതിനൊരു നടപടിയെടുക്കണം. അതല്ല, ആ സ്ത്രീ എഴുതിയ കത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കണം. ശ്രീ സജീവൻ പറഞ്ഞതുപോലെ അത്തരം ഒരു നടപടി വന്നാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രീയ ജീവിതവും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാൻ പൊതുസമൂഹം തയ്യാറാവും, പ്രത്യേകിച്ച് യുവജനങ്ങൾ തയ്യാറാവൂ. ഇലക്ഷൻ വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിഷ്പക്ഷമായി അന്വേഷിക്കണം. കേരള പോലീസ് അന്വേഷിച്ചാൽ, യഥാർത്ഥത്തിൽ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കേരള പോലീസ് അന്വേഷിച്ചാൽ പോലും ജനങ്ങൾക്ക് അതിനകത്ത് വിശ്വാസം വരില്ല. എൻ്റെ എളിയ അഭിപ്രായത്തിൽ ഇത് CBI അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും മറ്റു പലരും ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. വെറും ലൈംഗിക പ്രശ്നം മാത്രമല്ല ഇത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒരു പബ്ലിക് സർവൻ്റ്, ഒരു പൊതുസേവൻ്റെ ഓഫീസ് ദുരുപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മൾ അന്വേഷിക്കപ്പെടണം. കാശ്മീർ വരെ പോയി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. കേന്ദ്രമന്ത്രിയെ കാണാൻ പോയി നമ്മൾ അറിയപ്പെടുന്നു. ദുബായിൽ പോയി കച്ചവടം ചെയ്തു എന്ന് അറിയപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ കേരളീയ സമൂഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കത്ത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചില മാന്യന്മാർ കത്ത് തമസ്കരിക്കാൻ വേണ്ടി ഇടപെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ ജയിൽ
DGP ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മൊഴി സോളാർ കമ്മീഷനിൽ കൊടുത്തപ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതിൽ പറയുന്ന പേരുകൾ പുറത്തു വന്നാൽ എനിക്ക് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തലകുനിക്കുന്നു ജഡ്ജിക്കുന്നു ഒക്കെ പറയുമ്പോൾ ഈ കത്തന്ന് എഴുതിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആ കത്തിലെഴുതിയിരിക്കുന്നത് വ്യാജമാണ്, ഗൂഢാലോചനയാണെങ്കിൽ അതും അന്വേഷിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുസമൂഹം ആഗ്രഹിക്കുന്നതാണ് ഇതിൻ്റെ സത്യം പുറത്തു വരണം. യെസ്, ആ സത്യം പുറത്തു വരാനുള്ള നടപടിക്രമങ്ങൾ ഏതു തരത്തിൽ ആകണം എന്നുള്ളതിന്റെ പ്രസക്തി എത്രമാത്രം. 2013 ജൂലൈ 19 സരിത എഴുതിയ 22 പേജുള്ള കത്തുകളുടെ പകർപ്പ് പുറത്തു വരുമ്പോൾ 3-ാം പേജിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം. ആ കത്തിലെ പകർപ്പ് തന്റെ കൈയക്ഷരം തന്നെയെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യമെന്നും സരിത പീപ്പിൾ ടിവിയിലൂടെ സ്ഥിരീകരിക്കുകയുണ്ടായി. അത്തരം ഒരു സ്ഥിരീകരണം ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ എന്താണ് തുടർന്നുണ്ടാകേണ്ടത്? ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്? 2013 ജൂലൈ 19 സരിത എഴുതിയ കത്ത്, 22 പേജുള്ള കത്തുകളുടെ പകർപ്പ് പുറത്തു വരുമ്പോൾ അതിൽ 3-ാം പേജിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം. ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഒരു മുൻ കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. പല കേന്ദ്രമന്ത്രിമാർക്കും തന്റെ ശരീരം കാഴ്ചവെക്കാൻ രമേശ് ചെന്നിത്തലയുടെ PA പ്രലോഭിപ്പിച്ചു എന്നും കത്തിൽ പരാമർശം. ആ കത്തിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ കത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമാണെന്നും ആ കത്ത് താൻ തന്നെ എഴുതിയതാണെന്നും പീപ്പിൾ ടിവിയിലൂടെ സരിത സ്ഥിരീകരിക്കുകയുമുണ്ടായി. കത്തിൽ പറയുന്ന കാര്യങ്ങളുടെ 70% തെളിവുകൾ തന്റെ കൈവശമുണ്ട്. 30% അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കണ്ടെത്തേണ്ടത്. ഏതു തരത്തിലാണ് അന്വേഷണം വരേണ്ടത്, ആരാണ് അന്വേഷിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറയുന്നു. CBI അന്വേഷിക്കണം. അത്തരം അന്വേഷണം ആരിൽ നിന്ന് ഉണ്ടാകണം? ഉത്തരവടക്കം എത്രമാത്രം പ്രതീക്ഷയുണ്ട് കേരളത്തിൽ ഇതുവരെയുള്ള സാഹചര്യങ്ങളിൽ? PK രാജുവിലേക്ക്. PK രാജു, താങ്കൾ വിവരാവകാശ നിയമപ്രകാരം പല നിർണായകമായ കാര്യങ്ങളും താങ്കളുടെ കൈവശമുണ്ട്. 16 ആ ദിവസങ്ങൾ തന്നെ നാം നേരത്തെ പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശത്തിൻ്റെ പ്രാധാന്യം വളരെ ചുരുക്കി ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആവശ്യപ്പെടുവാനുള്ളത്, കേരള സംസ്ഥാനത്തിൻ്റെ ആദർശധീരനായിട്ടുള്ള ശ്രീമാൻ VM സുധീരൻ K ബാബുവിനെതിരെയും അതുപോലെ തന്നെ അടൂർ പ്രകാശിനെതിരെയും വളരെ ആരോപണം ഉന്നയിച്ച് കേന്ദ്രത്തിൽ ചെന്ന് ഇവർക്ക് ഇനിയൊരു അവസരം കൊടുക്കാൻ പാടില്ല, ഇവർ അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞ സുധീരൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടി പ്രതിയായിട്ടുള്ള ഈ വിഷയം ഹൈക്കമാൻഡിനെ അറിവിൽ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന് VM സുധീരൻ വ്യക്തമാക്കേണ്ടതാണ്. യെസ്, അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വളരെ കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ സജീവനിലേക്കും അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലേക്കും പോകുന്നതിന് മുമ്പ് പ്രവീൺ പരമേശ്വർ, ഈ പ്രതീക്ഷ നാം സോളാർ വിഷയങ്ങളടക്കം പീപ്പിൾ ടി വിയാണ്, അത് ബാർ കേസ് ആയാലും സോളാർ കേസ് ആയാലും അതിലൊക്കെ ഇപ്പോഴും വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്നുണ്ട്. പല സ്റ്റേകൾ, പല കോടതിയുടെ മുകൾ തട്ടുകളിലേക്ക് സ്റ്റേ ഓർഡർ വാങ്ങാൻ നടക്കുക ഒക്കെ. അപ്പോഴും ഇന്ന് സരിത വെല്ലുവിളിച്ച കാര്യം എന്താണ്? നിങ്ങൾ അന്വേഷിക്കൂ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ടുവരൂ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അവിടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നാൽ ആ അന്വേഷണത്തെ ഫ്രീസ് ചെയ്യുന്ന തരത്തിൽ ഒരു നടപടിയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് സരിത വെല്ലുവിളിക്കുമ്പോൾ അതേ ആർജവം ഈ ഭരണകർത്താക്കൾ കാണിക്കേണ്ടതല്ലേ? അവിടെയും ന്യായീകരണത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് എത്രമാത്രം ന്യായീകരിക്കാൻ കഴിയും? അല്ല, ഇപ്പോൾ രാജുട്ടൻ പറഞ്ഞതിനോട് ഞാൻ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ KPCC പ്രസിഡന്റ് ഇത് പറയണമെന്ന് പറഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഇതിന് മറ്റൊരു തലമുണ്ട്. അതായത് ഇന്ത്യയിൽ വളരെ ശക്തമായ ഒരു പാർട്ടിയായി ശക്തിയോടുകൂടെ തന്നെ കോൺഗ്രസ് നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് ഇന്ത്യയുടെ ഒരു നീഡ് കൂടെയാണ്. കോൺഗ്രസ് പോലൊരു പാർട്ടി ഇന്ത്യയിൽ മൊത്തത്തിൽ ശക്തമായി നിലനിൽക്കേണ്ടതും ശക്തമായ ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളതുമൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ആ കോൺഗ്രസിൻ്റെ വളരെ ശക്തമായ ഒരു ഘടകമാണ് കേരളത്തിലുള്ളത്. ആ കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ്സുകാരനാണ് താനെന്ന് ഉമ്മൻചാണ്ടി തെളിയിച്ച ദിവസമാണിത്. അതായത് താൻ തീരുമാനിക്കുന്നിടത്തായിരിക്കും കോൺഗ്രസ് നിൽക്കുക, താനാണ് കോൺഗ്രസിൻ്റെ വരകൾ വരയ്ക്കുക എന്നും കോൺഗ്രസിൻ്റെ ഗ്രാമർ എഴുതി തയ്യാറാക്കുന്നത് താനാണെന്നും ഉമ്മൻചാണ്ടി തെളിയിച്ച ഒരു ദിവസമാണിത്. ആ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന, ഭാവി നിർണ്ണയിക്കുന്ന ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു വ്യക്തി ഇത്തരത്തിലൊരു ആരോപണത്തിൻ്റെ കീഴിൽ ഒരു സ്കാനറിൽ നിൽക്കേണ്ട ഒരാളാണോ? സത്യം പറഞ്ഞാൽ ഈ സ്കാനറിൻ്റെ കീഴിൽ ഉമ്മൻചാണ്ടിയെ നിർത്തുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനും അതിലൂടെ ഇന്ത്യയിലെ കോൺഗ്രസിനുമാണ് ഒരു ദോഷമായി വരുന്നത്. അതുകൊണ്ട് ഇതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ
കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു കേസ് കൃത്യമായി ഇതിനെതിരെ കൊണ്ടുവരണം. സരിതയെ പിടിച്ചവർ ജയിലിലിടണം, എന്നിട്ട് അന്വേഷണം നടത്തട്ടെ. കാരണം ഇത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടെ പ്രശ്നമാണല്ലോ ഇത്, അല്ലേ? അതാണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇത് എന്തുമാത്രം അന്വേഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ അന്വേഷണം വേണോ വേണ്ടയോ എന്ന് ഇപ്പോൾ തീരുമാനിക്കേണ്ടത് ഉമ്മൻചാണ്ടിയാണേ. പുള്ളിക്കെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്നത്, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സെക്രട്ടേറിയറ്റ് മുഴുവനും ഒരു നാട് വളഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തി. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനപ്പുറത്തേക്ക് അങ്ങനെ രാജിവെക്കാനൊന്നും തയ്യാറായില്ല. ഇങ്ങനെ പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ? ഇതല്ല ഈ കസേരയിൽ നിന്ന് താൻ ഇറങ്ങിപ്പോടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റിയല്ലോ. ഇത്രയൊക്കെയല്ലേ ഒരു പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിനോ ഒക്കെ ഇത്രയൊക്കെയല്ലേ പ്രതിഭ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് എന്തോ ചെയ്യാൻ പറ്റും? അടിയോട് ഇറക്കി വിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ജനാധിപത്യവുമല്ലേ, അത് മാന്യതയല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് എത്തരത്തിലുള്ള തൻ്റെ നേരെ ആരോപണം വന്നിട്ട് പോലും അത് തെളിയിച്ച് കേരള സമൂഹത്തിൻ്റെ മാന്യത സംരക്ഷിക്കുവാൻ തയ്യാറാകാത്ത, അതല്ലെങ്കിൽ ഈ ആരോപണത്തിനെ പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രി വേണ്ട എന്ന് കേരള സമൂഹം തീരുമാനിക്കണം. ഇത്തരമൊരു MLA വേണ്ട എന്ന് പുതുപ്പള്ളിക്കാർ തീരുമാനിക്കണം. ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാന്യതയുണ്ട് താങ്കൾക്കില്ലെങ്കിലും എന്ന് പുതുപ്പള്ളിക്കാർ തീരുമാനിക്കണം. ഇതിനും അപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു നേതാവ് തങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ്സുകാർ കൂടെ തീരുമാനിക്കണം. ഇതിനുള്ള ആർജവം അവർ കാണിക്കണം. ഉമ്മൻചാണ്ടി സാറായിട്ട് എന്തായാലും കേസെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനുള്ള ഒരു ആരോപണം കേരളത്തിലെ ജനത കാണിച്ചുകൊണ്ട് കേരളം വഴിമുട്ടി നിൽക്കുകയല്ല എന്ന് ഇന്ത്യക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. യെസ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലേക്ക് വരുന്നതിന് മുമ്പ് സജീവൻ, പ്രവീൺ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും നിർണായക ദിവസം. നാം ഇന്ന് സരിത പറയുന്ന വിഷയങ്ങൾ അത് സോളാറുമായിട്ടാണെങ്കിൽ അതോടൊപ്പം ബാർക്കോഴയും കൂടെ, കോഴയും ലൈംഗികതയും കൂട്ടിച്ചേർന്നിട്ടുള്ള അപസർപ്പക കഥകളെ വെല്ലുന്ന നാടകീയ മുഹൂർത്തങ്ങൾ, അത്തരത്തിൽ തന്നെ വളരെ കാതലായി അതിനെ അങ്ങ് വിശേഷിപ്പിച്ചാൽ ആ ആരോപണ വിധേയരായവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കും. അവർ മാറിയാൽ ഞാനും മാറും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഏറ്റവും പുതുതായി അതിന് അടിവരയിടുന്നു. വ്യവസായവുമായി ബന്ധപ്പെട്ട് ശരീര കച്ചവടത്തിൻ്റെ, അതിൻ്റെ പ്രലോഭനത്തിൻ്റെ, അവിടെ ഏതു തരത്തിൽ ആ സ്ത്രീ ശരീരത്തെ ഉപയോഗിക്കപ്പെട്ടു അടക്കം അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറയുന്നു CBI അന്വേഷണമാണ് ആവശ്യം. പോയ കാല കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അങ്ങനെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും എന്താണ് ചെയ്യേണ്ടത്? സജീവൻ. അല്ല, അതിൽ പ്രവീൺ നേരത്തെ പറഞ്ഞ പോലെ ഇത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു അന്വേഷണത്തിന് അദ്ദേഹം മുതിരുമെന്നോ അദ്ദേഹത്തിനെതിരെ തന്നെ ഒരു ആരോപണം ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു അന്വേഷണ ഏജൻസി വയ്ക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. കേരളത്തിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഭരണം പോകുന്നതെങ്കിൽ ഇവിടുത്തെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടും കാര്യമില്ല. പക്ഷേ ഒരു കാരണമുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പ്രവീൺ പറഞ്ഞു ഇത് ജനങ്ങൾ തള്ളിക്കളയണം മുഖ്യമന്ത്രി എന്നൊക്കെ. പക്ഷേ അവിടേക്ക് പോകുമ്പോൾ ഇത് ശരിയാണോ എന്നറിയണമല്ലോ. ആ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ആരോപണമൊക്കെ സരിത പറയുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കുന്നൊരവസ്ഥ വരണം. അങ്ങനെ വരുമ്പോഴാണ് ഈ മുഖ്യമന്ത്രി പുറത്ത് പോകേണ്ടതാണോ, കോൺഗ്രസിനെ രക്ഷിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലാത്ത മറ്റൊരാൾ വരേണ്ടതാണോ എന്നൊക്കെ പറയാം. പക്ഷേ എന്തായാലും ആരോപണ വിധേയരാണ്. ഈ വളരെ മോശമായ ആരോപണം. കാരണം ഒരു സാമ്പത്തിക അഴിമതി പോലും ഇപ്പം ലല്ലു പ്രസാദ് യാദവിനെതിരെ 1600 കോടി രൂപയുടെ കാലിത്തീറ്റ കുംഭകോണം കേസുണ്ടായിരുന്നു. രാജയ്ക്കെതിരെ കേസുണ്ട്. അതൊക്കെ അഴിമതി ആരോപണമാണ്. ഇതും കടന്ന് ഔദ്യോഗിക വസതിയിൽ പോലും വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ അരങ്ങേറുന്നു എന്നുള്ള ആരോപണമാണ്. ശരിയാണ്. ആ ആരോപണം ശരിയാണോ എന്ന് ആദ്യം തെളിയിക്കണം. അതാണ് വേണ്ടത്. അതിനിപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. സരിതയെ പിടിച്ച് ജയിലിലിട്ട് അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. സരിത പരാതിക്കാരിയാണല്ലോ. സരിത പരാതിക്കാരിയായതുകൊണ്ട് ഈ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അത് ജനകീയ കോടതി എന്ന് പറഞ്ഞ് മാറിയിട്ട് കാര്യമില്ല. ജനകീയ കോടതിയിൽ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ പെട്ടെന്ന് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ഒരത്ഭുതം സംഭവിക്കേണ്ടതുണ്ട്. അപ്പം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ജയിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും കോടതി അദ്ദേഹം കുറ്റവാളിയായിട്ട് തെളിയിച്ചാൽ പോലും ഈ ജനകീയ കോടതിയിൽ ജയിച്ചു കയറി എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമുക്കറിയാമല്ലോ 77 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അടിയന്തരാവസ്ഥക്കെതിരെ വിധി എഴുതിയിട്ടും കേരളത്തിലെ ആളുകൾ എന്താ ചെയ്തത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ജനകീയ കോടതിയിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്
പിൻവാങ്ങുന്ന ഒരു പരിപാടി, അതിലൂടെ തടി തപ്പുന്നൊരു ഏർപ്പാട് പാടില്ല. ഇതിൽ വേണ്ട, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്, മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിടണമെന്ന് പറയുന്നില്ല. ഇവിടെ സരിത കളവ് പറയുകയാണ്, ആണോ അല്ലയോ എന്ന് നമുക്കറിയണം. സജീവൻ, ആ അറിവാണ് ആവശ്യം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ആ അറിവിന് എന്താണ് നിയമപരമായി ചെയ്യേണ്ടത്? ആരാണ് ചെയ്യേണ്ടത്? അല്ല, നിയമപരമായിട്ട് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു നോൺ ബെയിലബിൾ ഒഫൻസ്, അതായത് ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള ഒരു ഒഫൻസ് ഇപ്പോൾ ഒരു ഡിസ്ക്ലോഷർ നടന്നിരിക്കുന്നു. ആ കത്തിൻ്റെ ആധികാരികത സജീവൻ പറഞ്ഞതുപോലെ ആ കത്തിൻ്റെ ആധികാരികത സംബന്ധിച്ച് നമുക്ക് സംശയമുണ്ട്. ഈ ഇലക്ഷൻ സമയം, പ്രത്യേകിച്ച് ഈ ദിവസം, അഴിമതി ആരോപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അഴിമതി ആരോപണത്തിൽ വിധേയരായിട്ടുള്ള ആളുകളെ മത്സരിക്കുന്നത് മാറ്റി നിർത്തണമെന്ന് KPCC പ്രസിഡന്റ് ശക്തമായി വാദിച്ച് പരാജയപ്പെട്ട് അവരെ നിർത്തിയേ ഞങ്ങൾ അടങ്ങൂ എന്ന രീതിയിൽ ജനങ്ങളുടെ ബോധത്തെയും രാഷ്ട്രീയ മീമാംസയും ധാർമ്മികതയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെയൊക്കെ നിർത്തി ഞങ്ങൾ മത്സരിപ്പിക്കുമെന്ന് പറയുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് തീരുമാനിച്ചതിൻ്റെ ഹൈക്കമാൻഡ് ആരാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നല്ലവർക്കും അറിയാം ഇതൊക്കെ. അപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ വിഭാഗം എന്ന് പറയുന്നവരിൽ മുകളിലിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളെയൊക്കെ നമുക്ക് നല്ലോണം അറിയാം, അവരുടെ പശ്ചാത്തലം എന്തെന്നറിയാം, അവരുടെ പ്രവർത്തന രീതികൾ എന്തെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവരിതൊക്കെ പരിഹരിക്കുമെന്ന വിശ്വാസമൊന്നും എനിക്കില്ല. അപ്പോൾ രാഷ്ട്രീയപരമായ ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി രണ്ടാമത് നിയമപരമായി ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കാൻ സോളാർ കമ്മീഷൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനുണ്ട്. ആ കമ്മീഷന് മുമ്പിൽ ഈ വിഷയങ്ങളൊക്കെ കൊണ്ടുവരാം. പക്ഷേ ഈ ആരോപണ ഇതിൽ വന്നിരിക്കുന്ന ആളിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടങ്ങൾ കൊടുത്താൽ 14-15 റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിൻ്റെ അലമാരയിൽ പൊടി തട്ടിയിരിക്കുന്നുണ്ട്. 15ാമത്തെ റിപ്പോർട്ടായിട്ട് അവിടെ പോയി ഇരിക്കും. ഇത് നടപ്പാക്കാനും പോകുന്നില്ല. ഇനി ഭരണ തുടർച്ചയാണ് വരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് പുറം കാണാനും പോകുന്നില്ല. അതല്ല, ഇനി മറ്റൊരു രാഷ്ട്രീയ ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നുവെങ്കിൽ ഇതൊന്നും അന്വേഷിച്ച് ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുമെന്നുള്ള വിശ്വാസമൊന്നും നമുക്കില്ല. കാരണം ഇതൊന്നും നമ്മളെ രാജ്യത്തിൻ്റെ പൊതു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നിയമപരമായി ഈ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുകയും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ സത്യം അറിയണം. ഇവരുടെ പദവി ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ ഈ സോളാർ എന്ന് പറയുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അല്ലെങ്കിൽ ജനങ്ങളുടെ ഈ പറഞ്ഞ ഈ ഊർജത്തെ സംബന്ധിച്ചുള്ള കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഇത്തരം ഒരു പദ്ധതിയെ ഇത്തരത്തിലുള്ള ഈ കൂട്ടിക്കൊടുക്കലും കൂട്ടിക്കൊണ്ടുപോകലും കൂട്ടുകച്ചവടം ഒക്കെ നടത്തുന്നത് ശരിയാണോ എന്നുള്ള കാര്യം ആ രീതിയിലുള്ള അത്തരത്തിലൊരു അന്വേഷണമാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. ആ അന്വേഷണത്തിൽ സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നു ഓരോരുത്തരും. അങ്ങനെ എത്തണമെന്ന ആഗ്രഹത്തിനപ്പുറം ആവശ്യപ്പെടാനുള്ള ധാർമ്മിക നിലപാടും ആർജവവും ഓരോ പൗരനും ഉണ്ടാകേണ്ടിയും ഇരിക്കുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.